ത്വൽഭക്തിസ്തു കഥാരസാമൃതചരീ നിർമ്മജ്ജനേന സ്വയം സിദ്ധ്യന്തി വിമലപ്രബോധപദവീം ക്ലേശതഃ തന്വതി സദ്യ സിദ്ധികരീ ജയത്യൈ വിഭോ ദൈവാസ്തു മേ ത്വത്പദ പ്രേമപ്രൗഢിരസാദ്രത ദ്രുതതരം താരയാധീശ്വര. ഇപ്പോൾ ഇത് അവസാനത്തെ ശ്ലോകമാണ്. രണ്ടാമത്തെ ദശകത്തിലെ അവസാനത്തെ ശ്ലോകമാണ്. ഇനി എങ്ങനെയാണ് ഭക്തി ഉണ്ടാവുക? ഭാഗവതത്തിൽ പ്രഹ്ലാദൻ പറയുന്നുണ്ടല്ലോ, ഹിരണ്യകശിപുവിനോട് പറയുന്നുണ്ട്, നവവിധ ഭക്തികളെക്കുറിച്ച് പറയുന്നുണ്ട്. ശ്രവണം, കീർത്തനം, വിഷ്ണോത്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം എന്ന 9 ഭക്തി മാർഗങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൽ ആദ്യത്തെ ഭക്തി മാർഗങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ആദ്യത്തെ വെച്ചാൽ ശ്രവണം, കീർത്തനം, മരണമായിക്കോട്ടെ. ത്വൽഭക്തിസ്തു, അങ്ങയോടുള്ള ഭക്തിയാവട്ടെ. എങ്ങനെയാണ് ഉണ്ടാവുക എന്ന ചോദ്യം. കഥാരസാമൃതജലി, കഥാരസമാകുന്ന അമൃതജലി പ്രവാഹം. അപ്പോൾ അങ്ങയുടെ കഥകളാകുന്ന അമൃതപ്രവാഹം, അതിൽ നിമജ്ജനേന, നിമജ്ജനം ചെയ്യാം, മുങ്ങിക്കിടക്കുക. അതാണ് നിമജ്ജനം ചെയ്യുന്നത്. നമ്മൾ അസ്ഥി നിമജ്ജനം ചെയ്തു എന്നൊക്കെ പറയാറില്ലേ? നിമജ്ജനം എന്ന് പറഞ്ഞാൽ മുങ്ങലാണ്, മുങ്ങിക്കിടക്കലാണ്. ഇപ്പോൾ അങ്ങയുടെ കഥകളാകുന്ന അമൃതപ്രവാഹത്തിൽ നിമജ്ജനം ചെയ്യുക, മുങ്ങിക്കിടക്കുക. എപ്പോഴതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. ഭക്തിസ്തു കഥാരസാമൃത ജലീ, ജലീച്ച പ്രവാഹം, അമൃതജലീ, അമൃതപ്രവാഹം. അത് അമൃതജലീ നിർമ്മജ്ജനേന, നിർമ്മജ്ജനം ചെയ്യാച്ചാൽ മുങ്ങിക്കിടക്കാം, താന്ന് കിടക്കാം. അങ്ങനെ താന്ന് കിടന്നാൽ സ്വയം സിദ്ധ്യന്തീന, തന്നെ ഉണ്ടാകുന്നതാണ്. എല്ലായ്പ്പോഴും മുങ്ങിക്കിടക്കുക എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും ഭഗവത് കഥകൾ പറയുകയോ കേൾക്കുകയോ കീർത്തിക്കുകയോ ചെയ്യാം. ശ്രവണം, കീർത്തനം, മരണം, ഈ 3 കാര്യങ്ങൾ തുടർച്ചയായിട്ട് ചെയ്താൽ ഭക്തിസ്തു കഥാരസാമൃതചരീ നിർമ്മജ്ജനേന സ്വയം സിദ്ധ്യന്തി. അങ്ങനെ ചെയ്താൽ എന്ത് കിട്ടും? സിദ്ധ്യന്തി, എന്ത് കിട്ടും, ലഭിക്കും? വിമല പ്രബോധ പദവി, വിമല പ്രബോധ പദവി. വിമലം, നിർമ്മലം, പരിശുദ്ധം, പ്രബോധം, ബുദ്ധി. അതിൻ്റെ സ്ഥിതി നിർമ്മലമായ ബുദ്ധിയുടെ സ്ഥിതി. നമ്മുടെ മനസ്സ് നിർമ്മലമാകുന്നു, ബുദ്ധി നിർമ്മലമാകുന്നു. ഇത് അക്ലേശത, അക്ലേശം, ക്ലേശം കൂടാതെ തന്വതി ഭവിക്കുന്നു. അപ്പോൾ ഭഗവാന്റെ കഥകൾ ധാരാളമായിട്ട് കേൾക്കുക, ഭഗവത് കഥകൾ കീർത്തിക്കുക, ഭഗവത് കഥകൾ ഭജിക്കുക. ഇത് ഉണ്ടായാൽ മനസ്സ് ശുദ്ധമാകുന്നു, ബോധമണ്ഡലം ശുദ്ധമാകുന്നു. ഇതൊക്കെ അനായാസം നമ്മളറിയാതെ വന്നു ചേരുന്നു. ഇപ്പം എന്തേ വേണ്ടു? കാര്യം ഇത് വേണം. എല്ലായ്പ്പോഴും
അപ്പോൾ മനസ്സ വാച കർമ്മണം എന്തുകൊണ്ടായാലും വിരോധമില്ല. ഒന്നുകൊണ്ട് മനസ്സുകൊണ്ട് ധ്യാനിക്കുക. ബസ്സിലൊക്കെ ഇന്ന് പോകുമ്പോൾ മനസ്സുകൊണ്ട് നാം ചെല്ലാൻ വലിയ ബുദ്ധിമുട്ടുണ്ട്. വാക്കുകൊണ്ടാവുക, പ്രവൃത്തി ചെയ്യുമ്പോഴാവുക. യാതൊന്ന് ചെയ്യുന്നത് നാരായണം അർച്ചനകൾ യാതൊന്നതൊക്കെ എന്നൊക്കെ ഹരിനാമൃതത്തിൽ പഠിച്ചില്ലേ? അത് തന്നെ കാര്യം. ആ കാര്യം ചെയ്തുകൊണ്ടിരിക്കുക. കായേന വാച മനസ്സേന്ദ്രിയവ ചെയ്തു നോക്കാം. അതെല്ലാം ചെയ്തു. അത് ചെയ്യുന്നതൊക്കെ എന്താവണം? ഭഗവത് സ്മരണയാവണം, ഭഗവത് നാമമാവണം. തദ്ഭക്തിസ്തു കഥാരസാമൃതഝരി നിർമ്മജ്ജനേന സ്വയം സിദ്ധ്യന്തി വിമലപ്രബോധപദവി അക്ലേശതത്തന്വതി. അപ്പോൾ ഭക്തി ലഭിക്കണമെങ്കിൽ ഇത് ചെയ്യണം. ഇത്രേ വേണ്ടൂ. അല്ലാതെ ജ്ഞാനി ചെയ്ത തപസ്സൊന്നും വേണ്ടായിരുന്നു. ദുർഗമങ്ങളായ മാർഗങ്ങളിലൂടെ ഒന്നും പോണ്ട. എന്താ വേണ്ടു? മുങ്ങിക്കിടക്കണം. എന്തിന് മുങ്ങിക്കിടക്കണം? ഭഗവന്മയമായ എല്ലാറ്റിലും മുങ്ങിക്കിടക്കണം. എല്ലാ സമയത്തും അത് തന്നെ ചെയ്യണം. അതുകൊണ്ടായിരിക്കും നമ്മുടെയൊക്കെ എൻ്റെയൊക്കെ അമ്മയും ഒക്കെ എന്ത് ചെയ്യാറുണ്ടെന്നറിയൂ. എല്ലാ സമയത്തും പാല് തൈര് കലക്കാമെന്നൊക്കെ പറഞ്ഞില്ലേ? തൈര് കലക്കുന്ന സമയത്തൊക്കെ ചെല്ലാറുണ്ട്. എന്താ ചെല്ലുക? മേഘനാമകത്തനാവും ചെല്ലുണ്ടാവുക. അല്ലെങ്കിൽ മറ്റേ പച്ചക്കല്ലത്ത് തിരുമേനിയും നിന്റെ പിച്ചക്കളികളും അങ്ങനെയൊക്കെ ഞാനവർക്ക് കേട്ട് പഠിച്ചത്. ഓമനക്കുട്ടൻ, ഗോവിന്ദൻ, ബലരാമൻ, നരകവൈയാം അരവിന്ദാക്ഷൻ്റെ എന്നൊക്കെ കുറേ ഉണ്ട്. അങ്ങനെ അതൊക്കെ ചെയ്തുകൊണ്ടാണ്. അത് അരി അടുപ്പത്തിടുമ്പോഴും അത് ആലോചിക്കും. അങ്ങനെയാണ്. അപ്പോൾ എല്ലാ കർമ്മം ചെയ്യുമ്പോഴും അവരുടെ നാവിലുണ്ടായിരുന്നു എന്നാണ് കാര്യം. ആ സംസ്കാരമാണ് കുട്ടികളിലേക്ക് സംക്രമിക്കുക. അങ്ങനെയല്ലേ? കുട്ടികളിലേക്ക് സംക്രമിക്കുക. ഇത് വീട്ടിൽ നിന്നുള്ള ഈ സംസ്കാരം തന്നെയാണ്. അതുകൊണ്ടാണ് ഈ ഗർഭിണികളായിട്ടുള്ള സ്ത്രീകളുള്ളപ്പോൾ ഈ ഗർഭത്തിലിരിക്കുന്ന കുട്ടി ശ്രദ്ധാലുവാണെന്നാണ് പറയുന്നത്. അപ്പം ആധുനിക ശാസ്ത്രം സംഭവിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ആ കാര്യം. അതുകൊണ്ട് ആ സമയത്ത് നമ്മുടെ വീട്ടിൽ കലഹങ്ങളുണ്ടാവരുത്, അത് കേൾക്കാനൊരു സാഹചര്യം വീട്ടിലുണ്ടാവരുത്, സമാധാന അന്തരീക്ഷം ഉണ്ടാവണം എന്നൊക്കെ പറയണേ. കാരണം അത് കേട്ടിട്ടാണ് കുട്ടി വളരുക എന്ന് പറയണു. അപ്പോൾ അത് ശരിയാണെന്ന് തോന്നുന്നുണ്ട് അല്ലേ? പുരാണങ്ങൾ ക്ലിയറായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ അഭിമന്യു ശരിക്കും ഈ ചക്രവ്യൂഹം, പത്മവ്യൂഹം ഈ ഭേദിക്കാനുള്ള വിദ്യ പഠിച്ചത് ഗർഭത്തിലിരുന്നാണെന്ന് പറയുന്നുണ്ട്. പ്രഹ്ലാദൻ ഭക്തനായി മാറിയത് ഗർഭത്തിലിരുന്നാണെന്ന് പറയുന്നുണ്ട്. ഒക്കെ ഭാഗവതം പറയുന്നുണ്ട്, ഭാരതവും പറയുന്നുണ്ട്. അപ്പോൾ ഇത് അമ്മമാരും ചെയ്താൽ, അമ്മമാരെന്ന് പറയാൻ കാരണം അച്ഛന്മാർ ചെയ്യില്ല എന്നുകൊണ്ടാണ്. അമ്മമാരും ചെയ്താൽ ആ വീടിൻ്റെ അന്തരീക്ഷത്തിൽ ആ വളരുന്ന കുട്ടിയുണ്ടല്ലോ, ആ കുട്ടിയിൽ സ്വാഭാവികമായിട്ട് ഇത് തന്നെ ഉണ്ടാവുന്നതാണ് കാര്യം. അത് തുടർച്ചയുണ്ടാവും. അതില്ലാത്തതാണ് ഇപ്പോൾ നമ്മുടെ ഈ 1.5 വയസ്സുകായ ഈ കുട്ടിയൊക്കെ ഇത്ര 51 ഇന്നലെ കേട്ടത്. ഇന്നിപ്പോൾ അത് കൂടി 101 വെട്ടിയിട്ടാണ് ആ കുട്ടിയെ മരിക്കുന്നത്. 101 മുറിവുണ്ടെന്നാണ് പറഞ്ഞത്. 1.5 വയസ്സായ കുട്ടിയെന്ന് ആലോചിക്കണം. അച്ഛനും അമ്മയും കൂടിയിട്ടാണ് 101 മുറിവുണ്ടാക്കിയിട്ട് കുട്ടിയെ വിട്ടുമെന്ന് പറഞ്ഞാൽ നമ്മൾ മാക്സിമം 51 ഇതുവരെ കേട്ടിട്ടുണ്ടായിരുന്നില്ല. അത് പോരാ 101. ആ സംസ്കാരത്തിലേക്ക് നമ്മൾ മാറിയില്ലേ? അത് എൻ്റെ കാര്യതാണ്. പോട്ടെ. അപ്പോൾ ത്വദ്ഭക്തിസ്തു കഥാരസാമൃതഝരീ നിർമ്മജ്ജനേന സ്വയം സിദ്ധ്യന്തി വിമലപ്രബോധപദവീം അക്ലേശതത്വന്വതി സദ്യ സിദ്ധികരീ ജയത്യൈ വിഭോ. സദ്യ ഉടനെ, സദ്യ ഉടനെ. വിസർഗിട്ടാൽ അതാണ് ഉടനെ എന്നർത്ഥം. അല്ലെങ്കിൽ ഇല വെച്ചതെന്നർത്ഥം. അതായത് സദ്യ എന്നുള്ള വാക്കിനെ സദ്യ ഉടനെ വിളമ്പ് ഇല വെച്ച് വിളമ്പ് സദ്യ തന്നെയാണ് കൊടുക്കുക.
സദ്യ സിദ്ധികരി, സിദ്ധി ഉണ്ടാകുന്നതാണ് സിദ്ധികരി. സിദ്ധി ഉണ്ടാകുന്നത് എന്നർത്ഥം ഉടനെ മുക്തി നേടാൻ സഹായിക്കുന്നത്. സിദ്ധികരി ജയത്യൈ വിഭോ, ജയതി ഐ വിഭോ, ജയതി ജയിക്കുന്നു. നൈവാസ്തു മേ സൈവാസ്തു മേ ത്വൽപദ പ്രേമ പ്രൗഢിരസാഗ്രത ദ്രുതതരം. എന്നിൽ അസ്തുമേ, എന്നിലുണ്ടാവട്ടെ എന്നാണ് പറയുന്നത്. ഏവ അസ്തുമേ, എന്നിൽ എനിക്ക് ഉണ്ടാവട്ടെ. എന്താ ഉണ്ടാവേണ്ടത്? ഭവിക്കട്ടെ. എന്താ ഭവിക്കേണ്ടത്? മേ എനിക്ക് ത്വൽപദ പ്രേമ പ്രൗഢ രസാർദ്രത. ത്വൽപദം, അങ്ങയുടെ പദത്തിലുള്ള പ്രേമം, അങ്ങയുടെ പദത്തിനോടുള്ള പ്രേമത്തിൻ്റെ പ്രൗഢിയോടുകൂടിയ അതിപ്രൗഢമായ പ്രേമത്തിൻ്റെ രസം കൊണ്ടുള്ള ആർദ്രത. ആർദ്രത എന്നുള്ള വാക്കിൻ്റെ നനവെന്നൊക്കെ അർത്ഥം. ആ ഒരു കാരുണ്യം എൻ്റെ മനസ്സിന് ഉണ്ടാവട്ടെ. എൻ്റെ മനസ്സിന് അങ്ങയോടുള്ള ആ ഒരു പ്രേമം ചക്രിയായിട്ട് ഉണ്ടാവട്ടെ. വാതാലയാധീശ്വര, ദ്രുതതരച്ച വേഗത്തിൽ ഉണ്ടാവട്ടെ. വാതാലയാധീശ്വര ഗുരുവായൂരപ്പ. വാതാലയം നമ്മുടെ ശരീരം വാതാലയാണ്. ഞാൻ നാളെ പറഞ്ഞുവിടും. ശരീരം വാതാലയാണ്. അതിൻ്റെ ഉള്ളിലിരിക്കുന്ന വാതാലയ ഈശ്വരൻ വേറെ ഉണ്ടല്ലോ. വാതാലയാധീശ്വര. അപ്പം അങ്ങനെയുള്ള ഭക്തി എനിക്ക് വളരെ വേഗത്തിൽ ഉണ്ടാകാനുള്ള ഒരു അവസ്ഥ അങ്ങ് ഉണ്ടാക്കി തരേണമേ എന്നാശയം. കാരണം എന്താ വെച്ചാൽ അങ്ങയെ ഞാൻ ഇപ്പോൾ അവിടെ വന്നിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, വലിപ്പത്തിൽ പറയണത് അങ്ങയെ സ്തുതിക്കാനും അങ്ങയുടെ കഥകൾ പറയാനും ഒക്കെയാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ മുഴുവനായിട്ടും അങ്ങയിൽ മുഴുകാൻ വന്ന ആളാണ്. അതുകൊണ്ട് എനിക്ക് അങ്ങയോടുള്ള പരമമായ പ്രേമം ഉണ്ടാക്കി തരയണമേ എന്ന് മേൽപ്പത്തൂർ അഭ്യർത്ഥിക്കുന്നതോടുകൂടി 2 ദശകം കഴിയുകയാണ്. ഈ 2 ദശകങ്ങളിൽ എവിടെയും മേൽപ്പത്തൂര് തൻ്റെ രോഗം മാറ്റി തരണം എന്ന് പറഞ്ഞിട്ടില്ല. ഭഗവാനോ എവിടെയും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഒരു ആദ്യത്തിൽ നമ്മൾ പഠിച്ചപ്പോൾ വിശ്വപീഡാവഹത്തി എന്ന് പറഞ്ഞോർമ്മ, എല്ലാവരുടെയും രോഗം എന്നാണ് പറഞ്ഞത്. എല്ലാ തരം രോഗം എന്ന് അർത്ഥം പറയാം, എല്ലാവരുടെയും രോഗം. പക്ഷെ അപ്പോൾ വ്യക്തിയുടെ കാര്യം പറഞ്ഞിട്ടില്ല, അവിടെ തൻ്റെ കാര്യം പറഞ്ഞില്ല. അപ്പോൾ ഈ 2 എൻ്റെ ഒരു കാഴ്ചപ്പാട് എന്താ വെച്ചാൽ, ഈ മേൽപ്പത്തൂര് ഈ ഗുരുവായൂർ അമ്പലത്തിൽ ഇരുന്ന് 100 ദിവസം തുടർച്ചയായിട്ട് ഇരുന്ന് എഴുതിയതാണ് മേൽപ്പത്തൂരിൻ്റെ ഈ കാവ്യം എന്നാണ് നമ്മൾ ശ്രുതി. അത് അങ്ങനെ ഒരു കാവ്യം എഴുതാൻ എൻ്റെ ചിന്തയാണ് കേട്ടോ. ശരിയാവാൻ തെറ്റാവും. വാതരോഗബാധിതനായിട്ട് ഉള്ള ഒരാൾക്ക് അങ്ങനെ ഒരിടത്ത് വന്ന് ഇരുന്ന് ഈ 101 ദിവസം ഇങ്ങനെ ഇരുന്ന് ഒരു ഏകാഗ്രമായ മനസ്സോടുകൂടി ഇരുന്ന് ഒരു കൃതി രചിക്കാനുള്ള മനസ്സാന്നിധ്യം ഉണ്ടാവുമോ എന്നൊക്കെ ചോദിച്ചാൽ സാധാരണ മട്ടിൽ നമ്മളുണ്ടാവില്ല എന്നൊക്കെ പറയേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഒരു ബുദ്ധിശൂന്യത കൊണ്ടാവാൻ ഞാൻ വിചാരിക്കുകയാണ്, 3ാമത്തെ ദശകം മുതലാണ് ശരിക്ക് ആ അമ്പലത്തിലിരുന്ന് എഴുതിയിട്ടുണ്ടാവുക എന്നാണ് എൻ്റെ വിഷയം. 3ാമത്തെ ദശകം എന്ന് പറയുന്നത് ശരിക്കും കരയലാണ്. രോഗത്തെക്കുറിച്ച് പറഞ്ഞിട്ട് കരയും അവസാനം ഭഗവാനെ വിമർശിക്കുകയാണ് ചെയ്യുന്നത്. 3ാമത്തെ ദശകം. ആദ്യത്തെ 2 ദശകത്തിൽ ഇതൊന്നുമില്ല. ആദ്യം പറഞ്ഞത് ഭഗവാൻ നിഷ്കള സ്വരൂപനാണെന്ന് പറഞ്ഞത്. ഭഗവാൻ എന്തില്ല എന്നാണ് പറഞ്ഞത്? രൂപമില്ല, നിഷ്കള സ്വരൂപനായിട്ടുള്ള ആളാണെന്ന് പറഞ്ഞു. പിന്നീട് ക്രമേണ 2ാം ദശകത്തിൽ എത്തിയപ്പോൾ അങ്ങേക്ക് രൂപമുണ്ട്. ആ രൂപം വർണ്ണിച്ചു, 2 ശ്ലോകങ്ങൾ വർണ്ണിച്ചു. ഇനി എന്താണ് കർമ്മജ്ഞാനയോഗങ്ങളിൽ ഭക്തിയോഗമാണ് നല്ലതെന്നൊക്കെ പറഞ്ഞു എഴുതി. അപ്പോൾ ഭാഗവതത്തിൽ ഈ 1ാമത്തെ സ്കന്ധം അത് ഭാഗവതത്തിൻ്റെ ഒരു ഉപക്രമമാണെന്ന് പറയും.
ഇതൊക്കെ വെച്ചാൽ ഭാഗവത കഥയിലേക്ക് കടക്കാനുള്ള ഒരു പ്രവേശനം. ആണ് ഒന്നാമത്തെ സ്കന്ധം. ഒന്നാമത്തെ സ്കന്ധത്തിൽ പരീക്ഷത്തിൻ്റെ കഥയൊക്കെയാണ് പറയാത്തത്. അവസാനം പറയാം പരീക്ഷത്തിൻ്റെ പ്രായോപവേഷത്തിൻ്റെ കഥയാണ്. സുഗമഹർഷി വരുന്നതും ഈ ഭാഗവതം ഉപദേശിക്കുന്നതൊക്കെ തുടങ്ങുന്നതൊക്കെ അതിൻ്റെ കഥകളെ പറയാൻ ഒന്നാമത്. അത് ഭാഗവതത്തിന് ഭാഗ്യമല്ല, അതിൻ്റെ ഉപക്രമമാണ്. ഉപക്രമം എന്ന് വെച്ചാൽ പ്രവേശനം. അപ്പോൾ നേരത്തെ അവിടെ ഇരുന്ന് എഴുതി എന്ന് വിചാരിച്ചാൽ തന്നെ ഈ മൂന്നാമത്തെ ദശകം മുതൽ എഴുതി തുടങ്ങിയെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അതിനെന്താ ഞാൻ പറയാനുള്ള ന്യായം എന്താണെന്ന് ചോദിച്ചാൽ, ഈ മൂന്നാമത്തെ ദശകത്തിൻ്റെ എല്ലാ ദശകങ്ങളുടെ അവസാനം ഭഗവാനെ നേരിൽ കണ്ടു എന്നാണ്. അഗ്രേ പശ്യാമി എന്നാണ് ഈ ശ്ലോകം. അഗ്രേ പശ്യാമി തേജോ നിബിഡതര കലായാവലീലോഫലി എന്നൊരു ശ്ലോകം പറയുന്നത്. ഞാൻ കണ്ടു എന്നാണ് പറയുന്നത്, ഞാൻ മുന്നിൽ കണ്ടു എന്നല്ലേ പറഞ്ഞത്. കാണണമെങ്കിൽ രൂപമല്ലേ. അപ്പോൾ മേൽപ്പത്തൂർ അവസാനം കാണുന്നത് രൂപമുള്ള ഭഗവാനെയാണ്. ഇവിടെ തുടങ്ങുന്നത് രൂപമില്ലാത്ത ഭഗവാനിലാണ്. രൂപമില്ലാത്ത ഭഗവാനിൽ തുടങ്ങുവാൻ കഴിയുന്ന ഒരാൾക്ക് അവസാന രൂപം ഉള്ള ഭഗവാനിൽ എത്താൻ കഴിയുമോ? അതോ രൂപം ഉള്ള ഭഗവാനിൽ എത്തിയ ഒരാൾക്ക് രൂപമില്ലാത്ത ഭഗവാനിൽ എത്താൻ കഴിയുമോ? ഏതാ ശരി? ഏതാണ് യുക്തം? എൻ്റെ കാഴ്ചപ്പാട്. അപ്പോൾ ഞാൻ കണക്കാക്കിയെന്ന് വെച്ചാൽ ഈ മൂന്നാമത്തെ ദശകം തൊട്ട് അദ്ദേഹം അവിടെ നിന്ന് എഴുതി 100 വരെ. അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തോന്നി ഇതിനൊരു അവതാരിക പോലെ പ്രവേശകം പോലെ ഒന്നും വേണ്ടേ. ശരിക്കും ഭഗവാൻ ഇങ്ങനെയുള്ള ആളല്ലേ, ആ ആളെ ഞാൻ ബോധ്യപ്പെടുത്തണ്ടേ. ഒന്നാമത്തെ ശ്ലോകം എഴുതി. അവിടെ ഗുരുഭവനപുരേ ഹന്തഭാഗ്യം ജനാനാന്ന് എഴുതാനും കഴിയൂ. എൻ്റെ രോഗം മാറിയാലല്ലേ എനിക്ക് ഭാഗ്യം ജനാനാന്നൊക്കെ പറയാൻ പറ്റുള്ളൂ, അല്ലേ? മാത്രമല്ല രണ്ടാമത് ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, ഇവിടെ വന്നോളും എല്ലാവരും, ഇവിടെ വന്നാൽ എല്ലാം കിട്ടും, അവിടെ ഇവിടെ പോയിട്ട് കാര്യമില്ല എന്നൊക്കെ പറയേണ്ടത്. ഇതൊക്കെ പറയണമെങ്കിൽ ഈ ഫലം അനുഭവിച്ചതിന് ശേഷമല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ 1, 2 എന്ന് പറയുന്നത് മൂന്നാമത്തെ ദശകം എഴുതിയതിന് ശേഷം അദ്ദേഹം എഴുതിയ 2 ദശകങ്ങളാണ് ഈ 1ഉം 2ഉം. അത് നാരായണീയത്തിൻ്റെ ഒരു പ്രവേശകമാണ്, ഭാഗവതത്തിന് പ്രഥമ സ്കന്ധം പോലെ എന്നൊരു പക്ഷം കൂടി എനിക്കുണ്ട്. അത് ഞാൻ ഇങ്ങനെ പലരോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാനൊരു ലേഖനമായിട്ട് എഴുതാനുള്ള ധൈര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ എഴുതിയില്ല എന്ന് മാത്രം. കാരണം അത് ഒരു ഭക്തന്മാരുടെ ഇടയിൽ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു വിമർശന വിഷയമായിട്ട് വരുന്നുള്ളത് കൊണ്ട് മിണ്ടാതിരുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഇപ്പോൾ ഒരാൾ കേട്ടിട്ടുണ്ടാവും എന്ന് വിചാരിച്ചാൽ, എന്നാലും അല്ല. അപ്പോൾ നാരായണീയത്തിൻ്റെ പ്രവേശകമായിട്ട് കണ്ടാൽ മതി ഏതിനെ 1ഉം 2ഉം. അതുകൊണ്ടാണ് രോഗത്തെക്കുറിച്ചൊന്നും പറയാത്തത്. രോഗം മാറിയ ആൾക്ക് രോഗത്തെക്കുറിച്ചൊന്നും പറയാനില്ലല്ലോ. ഇനി എനിക്ക് പറയാനുള്ളത് വിഷരോഗത്തെക്കുറിച്ചിട്ടാണ്. അത് പറയുകയും ചെയ്തു, വിഷപീഡാപഹരി. അങ്ങനെയാണ് ഈ രണ്ടാമത്തെ ദശകം അവസാനിച്ചത്.